COVID-19 സംബന്ധിച്ചുള്ള ലബോറട്ടറി പരിശോധനകൾക്കും അതുപോലെ തന്നെ ക്വാറന്റൈൻ അല്ലെങ്കിൽ ഐസൊലേഷൻ മാർഗങ്ങൾക്കും വ്യക്തത വരുത്തത്തക്കോണം ഏറ്റവും പുതിയ സർക്കാർ ഉത്തരവ് നമ്പർ 31 F2/2020 ഹെൽത്ത് ജൂൺ 3, 2020 എന്ന തീയതിയിൽ സർക്കാർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകാരം നമുക്കിന്ന് ലഭ്യമായ വിവിധ ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ ഏതൊക്കെ തരം വ്യക്തികൾക്കാണ് ചെയ്യാനുള്ളത്, ഏതൊക്കെ ഗ്രൂപ്പിൽപ്പെട്ട ഏതൊക്കെ കാറ്റഗറിയിൽപ്പെടുന്ന വ്യക്തികൾക്കാണ് ആവശ്യം എന്നുള്ളതിനെ പറ്റി വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു വ്യക്തത അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഐസൊലേഷനിലും ക്വാറന്റൈനിലൊക്കെ പാർക്കേണ്ടത് ആരൊക്കെയാണ്, എത്ര ദിവസം മുതലായ കാര്യങ്ങൾ അത് അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അവസാന ഭാഗത്തിൽ എന്താണ് കോൺടാക്ട് എന്നുള്ളതിനെ പറ്റി ഒരു റിഫ്രഷർ, നമുക്ക് നേരത്തെ ഒന്നുകൂടെ ഓർമ്മ പുതുക്കാൻ വേണ്ടി കോൺടാക്ട്, ഹൈ റിസ്ക് കോൺടാക്ട് എന്താണ്, ലോ റിസ്ക് കോൺടാക്ട് എന്താണ് മുതലായ കാര്യങ്ങൾ കൂടെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്തുള്ള ടെസ്റ്റിംഗ് മാട്രിക്സ് എന്ന് പറയുന്നത് ഈ അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് തരം ടെസ്റ്റുകളാണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആ 3 ടെസ്റ്റുകൾ ഏതൊക്കെ ഗ്രൂപ്പിൽപ്പെടുന്ന വ്യക്തികൾക്ക്, ഏതൊക്കെ കാറ്റഗറിയിൽപ്പെടുന്ന വ്യക്തികൾക്കാണ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം പരിശോധിക്കാം. നമുക്കറിയാം 3 തരം ടെസ്റ്റ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന RT-PCR എന്ന് പറഞ്ഞ ടെസ്റ്റാണ്. രണ്ടാമത്തെ ടെസ്റ്റ് കുറച്ചുകൂടെ കഴിഞ്ഞ് വന്നതാണ്, അതിനെ പൂൾഡ് RT-PCR എന്ന് പറയും. മൂന്നാമത്തെ ഒരു ടെസ്റ്റ് ഉണ്ട്, അത് വളരെ വേഗത്തിൽ ചെയ്യാവുന്നൊരു ടെസ്റ്റാണ്. 1-2 മണിക്കൂർ കൊണ്ടൊക്കെ റിസൾട്ട് ലഭ്യമാകുന്ന ടെസ്റ്റാണ് ജീൻ എക്സ്പേർട്ട് അല്ലെങ്കിൽ ട്രൂ നാറ്റ് എന്നുള്ള ടെസ്റ്റ്. സാധാരണഗതിയിലുള്ള RT-PCR ടെസ്റ്റിങ്ങിന് പൊതുവേ 24 മണിക്കൂറൊക്കെ എടുക്കും. സ്വാബ് നമ്മൾ കൊടുക്കുന്ന നേരം തൊട്ട് റിസൾട്ട് ലഭിക്കാൻ, കയ്യിൽ ലഭിക്കാൻ, അല്ലെങ്കിൽ വ്യക്തിക്കോ അല്ലെങ്കിൽ ആശുപത്രിക്കോ അധികൃതർക്ക് ലഭിക്കാൻ 24 മണിക്കൂറാണ് പൊതുവേ എടുക്കുക. ചില അപൂർവ സാഹചര്യങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണം ഒരു വ്യക്തിയുടെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് റിസൾട്ടിനകത്തോ അല്ലെങ്കിൽ മെഷീൻ ഓടുന്നതിനകത്ത് ചില അവ്യക്തതകൾ വന്നു കാണും. അല്ലെങ്കിൽ ചിലപ്പോൾ ലബോറട്ടറിയുടെ ലോഡ് കൂടി വളരെയധികം സാമ്പിൾ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യേണ്ടി വന്നെങ്കിൽ ചിലപ്പോഴത് 48 മണിക്കൂർ വരെ നീളാം. അങ്ങനെ മിക്കവാറും 24 മണിക്കൂർ കൊണ്ടാണ് RT-PCR റിസൾട്ടുകൾ നമുക്ക് ലഭ്യമാകുക. ഇനി നമുക്ക് ഏതൊക്കെ കാറ്റഗറി വ്യക്തികൾക്കാണ് ഓരോരോ ടെസ്റ്റും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. പിന്നെ 15 കാറ്റഗറിയാണ് ഉള്ളത്. അതിൽ 15 കാറ്റഗറിയിൽ ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ കാറ്റഗറി ആദ്യത്തെ ഗ്രൂപ്പ് ലക്ഷണമുള്ള വ്യക്തികൾ. കഴിഞ്ഞ 14 ദിവസത്തിനകത്ത് അന്തർദേശീയമായിട്ടുള്ള യാത്രയോ അല്ലെങ്കിൽ അന്തർ സംസ്ഥാന യാത്ര കഴിഞ്ഞ 14 ദിവസങ്ങൾ നടന്നിട്ടുള്ള ഒരു വ്യക്തി ലക്ഷണങ്ങളോടുകൂടി വരികയാണെങ്കിൽ അവർക്ക് RT-PCR ആണ് റെക്കമെൻഡേഷൻ. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലക്ഷണമുള്ള വ്യക്തികൾ, അവർ ഈ ലബോറട്ടറി ടെസ്റ്റ് കൺഫേം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലബോറട്ടറിയിൽ നിന്ന് സ്ഥിരീകരിച്ച ഏതെങ്കിലും പേഷ്യൻറ്റിൻ്റെ പ്രൈമറിയോ സെക്കൻഡറിയോ കോൺടാക്റ്റാണ്. ഈ ഗ്രൂപ്പിനും നമ്മൾ RT-PCR ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പ് ലക്ഷണമൊന്നും ഇല്ലാത്ത പ്രൈമറി കോൺടാക്റ്റ്. ആരുടെ കോൺടാക്റ്റാണ്? ലബോറട്ടറി കൺഫേംഡ് കേസ്. അപ്പോൾ ലാബിൽ നിന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഒരു പോസിറ്റീവ് കേസിൻ്റെ കോൺടാക്റ്റ്, അവർക്ക് ലക്ഷണങ്ങളൊന്നും ഇല്ല. അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ടെസ്റ്റ് പൂൾഡ് RT-PCR എന്നുള്ള ടെസ്റ്റാണ്. അത് അവസാനത്തെ ആ കോൺടാക്റ്റ് കഴിഞ്ഞ് 8ാം ദിവസമാണ് ചെയ്യാനുള്ളത്. നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൽനെസ്, സാരി എന്ന് വിളിക്കുന്ന ഒരു കണ്ടീഷനുണ്ട്. ഈ സാരി എന്ന് പറയുന്നത് പനി, ചുമ മുതലായ ലക്ഷണങ്ങളോട് കൂടി ആശുപത്രിയിൽ കിടത്തേണ്ടി വരുന്ന വ്യക്തികളെയാണ്, ഈ ലക്ഷണങ്ങൾ കാരണം ആശുപത്രിയിൽ കിടത്തേണ്ടി വരുന്ന വ്യക്തിയെയാണ് സാരി എന്നുള്ള ഗ്രൂപ്പിൽ പെടുത്താറുള്ളത്. ഇപ്പോൾ ഈ സാരി ലക്ഷണങ്ങളുള്ള എല്ലാ വ്യക്തികൾക്കും RT-PCR ടെസ്റ്റാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തെ കാറ്റഗറി ഈ കണ്ടെയ്ൻമെൻറ്റ് സോൺ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വരുന്ന ഏത് വ്യക്തിക്കും ജലദോഷം, പനി, ചുമ മുതലായ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അവർക്ക് RT-PCR ആണ് റെക്കമെൻഡഡ് ടെസ്റ്റ്. ആറാമത്തെ ഗ്രൂപ്പ് ഇതേപോലെ ILI എന്ന് പറയുന്ന പനി, ചുമ, ജലദോഷ ലക്ഷണങ്ങൾ നമ്മുടെ അതിഥി തൊഴിലാളികളിൽ കാണുകയാണെങ്കിൽ അവർക്ക് RT-PCR ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഏഴാമത്തെ കാറ്റഗറി കോവിഡ് ലക്ഷണങ്ങളല്ലാത്ത അസുഖങ്ങൾക്ക് ആശുപത്രിയിൽ കിടന്ന പേഷ്യൻ്റ് ഇപ്പോഴവർക്ക് ILI സിംറ്റംസ് അല്ലെ ഈ ജലദോഷ, പനി, ചുമ ലക്ഷണങ്ങൾ വരുന്നു, അപ്പോഴവർക്ക് RT-PCR ആണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എട്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഈ ILI അല്ലെ ജലദോഷ, ചുമ, പനി ലക്ഷണങ്ങൾ തുടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകർ, ഈ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് എന്ന് പറയുന്ന നമുക്ക് കോവിഡ് നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ ഈ സസ്പെക്റ്റ് ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് ഏറ്റവും അടുത്തിടപഴകേണ്ടി വരുന്ന കമ്മ്യൂണിറ്റി വോളണ്ടിയർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, ആശാപ്രവർത്തകർ, അങ്ങനെ മറ്റേത് ക്ലോസ് ആയിട്ട് ഇടപഴകേണ്ടി വരുന്ന ആൾക്കാർ, അവർക്ക് ILI ലക്ഷണങ്ങൾ വരികയാണെങ്കിൽ അവർക്ക് RT-PCR ആണ് നിർദ്ദേശിക്കപ്പെടുന്ന ടെസ്റ്റ്. ഒമ്പതാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഒരു കുടുംബത്തിനകത്ത് ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നത് 2ഓ അതിൽ കൂടുതലോ കേസുകൾ ഒരു കുടുംബത്തിനകത്ത് തന്നെ ILI ലക്ഷണങ്ങൾ കാണുന്നു. അതിന് പുറമെ ഈ ഹൈ റിസ്ക് പോപ്പുലേഷൻ, അതായത് നമുക്ക് അപകട സാധ്യത, രോഗസാധ്യത കൂടുതലുള്ള ഗ്രൂപ്പുകളുണ്ട് സമൂഹത്തിൽ. ഉദാഹരണം 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, മറ്റ് മുൻകാല അസുഖങ്ങൾ ഉള്ള വ്യക്തികൾ, ഉദാഹരണം നമ്മൾക്ക് ഡയബറ്റീസോ അല്ലെങ്കിൽ പ്രമേഹം, അല്ലെ ഉയർന്ന BP മുതലായ, അല്ലെ ക്യാൻസർ,
കിഡ്നി രോഗം, വൃക്കരോഗം മുതലായ എന്തെങ്കിലും രോഗങ്ങളുള്ള വ്യക്തികൾ. പിന്നെ അതുപോലെ ഹൈ റിസ്ക് ഉള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഗർഭിണികളായ സ്ത്രീകൾ, അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ ഉടനെയുള്ള ആ പീരീഡ്, ആദ്യത്തെ 28 ദിവസം ഇവർ ആദ്യത്തെ ഒരു മാസം സമയത്തിലുള്ള ഒരു സ്ത്രീ. ഇങ്ങനത്തെ ഏതെങ്കിലും ഗ്രൂപ്പിനകത്ത് ILI കാണുകയാണെങ്കിൽ, ILI എന്ന് പറഞ്ഞാൽ പനി, ചുമ, ജലദോഷ ലക്ഷണം കാണുകയാണെങ്കിൽ അവർക്കും RT-PCR ആണ് റെക്കമെൻഡേഷൻ. 10ാമത്തെ കാറ്റഗറി തടവിൽ പോകേണ്ടി വരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഒരു പുതിയ വ്യക്തി തടവിൽ പാർക്കേണ്ടി വരുന്ന അവസ്ഥ വരികയാണ്. അപ്പോൾ അയാളെ ജയിലിൽ കൊണ്ടുപോകുന്ന നേരത്ത് അവർക്ക് ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലും ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾ പരോളിൽ പുറത്തു പോയി, ആ പരോൾ പീരീഡ് അതിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ തിരിച്ച് എത്തുകയാണ്. അപ്പോൾ ആ വ്യക്തിക്കും ലക്ഷണമൊന്നും ഇല്ലെങ്കിലും ഇവർക്കെല്ലാം റെക്കമെൻഡഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് പൂൾഡ് RT-PCR ആണ്. അതിന് പ്രത്യേക സംവിധാനങ്ങളും ഉണ്ട്. ഈ 11ാമത്തെ കാറ്റഗറിയാണ് നമുക്ക് ഈ വളരെ അതിവേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ജീൻ എക്സ്പേർട്ട് അല്ലെങ്കിൽ ട്രൂനാറ്റ് ടെസ്റ്റിങ്ങിന് എലിജിബിൾ ആയിട്ടുള്ള, അല്ലെ അത് ചെയ്യാവുന്ന 5 ഗ്രൂപ്പ് വ്യക്തികളുണ്ട്. ഒന്ന്, ഒരു ഗർഭിണിക്ക് ഇപ്പോൾ ILI ലക്ഷണങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് വളരെ പെട്ടെന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതൊന്ന്. പിന്നെ രണ്ടാമത്തെ ഒരു കാറ്റഗറി ആ കൂട്ടത്തിനുള്ളത് ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഗർഭിണിയാണ്. പക്ഷേ അവർക്ക് ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് കേരളത്തിന് പുറത്ത് യാത്രയുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ടെസ്റ്റ് ചെയ്യണം. അത് ഈ എക്സ്പേർട്ട് അല്ലെ ജീൻ എക്സ്പേർട്ട് അല്ലെങ്കിൽ ട്രൂനാറ്റ് ടെസ്റ്റാണ് ചെയ്യേണ്ടത്. അത് തിരിച്ച് കേരളത്തിൽ എത്തിയതിൻ്റെ 5ാം ദിവസം മുതൽ 15ാം ദിവസത്തിൻ്റെ ഉള്ളിലാണ്. ഇനി ജീൻ എക്സ്പേർട്ട് അല്ലെ ട്രൂനാറ്റിന് അർഹതയുള്ള 3ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എമർജൻസി ആയിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്ന ഏതെങ്കിലും വ്യക്തി. അപ്പോൾ അതിന് നമുക്ക് കാത്തിരിക്കാൻ സമയമില്ല. അവർക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ട്രൂനാറ്റാണ് അവർക്ക് ചെയ്യുന്നത്. 4ാമത്തെ ഫാസ്റ്റ് ടെസ്റ്റിങ്ങിനുള്ള ആൾ ഒരു മരണം സംഭവിച്ചു. അപ്പോൾ അത് കോവിഡ് സംശയിച്ചാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത നടപടികൾക്ക് അത്യാവശ്യമായിട്ട് ഈ വിവരം അറിയണം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇതിൽ നിന്നുള്ള മരണാനന്തര സാമ്പിൾസിന് നമുക്ക് എക്സ്പേർട്ട് അല്ലെ ട്രൂനാറ്റ് ടെസ്റ്റിങ്ങിന് അർഹതയുണ്ട്. ഇനി 5ാമത്തെ ഒരു ഗ്രൂപ്പുണ്ട് ഫാസ്റ്റ് ടെസ്റ്റിങ്ങിന്. അത് ഒരു സാരി ആയിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. സാരി എന്ന് വെച്ചാൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൽനെസ്, അതായത് ആശുപത്രിയിൽ കിടക്കത്തക്കവണ്ണം ലക്ഷണങ്ങളുടെ കാഠിന്യമുള്ള, അതായത് പനി, ചുമ, ജലദോഷ ലക്ഷണങ്ങളുള്ള ഒരു വ്യക്തി. അയാൾക്ക് ഒരു ഏർലി റിസൾട്ട്, നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനത്തെ സിറ്റുവേഷനിലും നമുക്ക് ജീൻ എക്സ്പേർട്ട് അല്ലെങ്കിൽ ട്രൂനാറ്റ് ടെസ്റ്റിങ്ങിന് അർഹതയുണ്ട്. അപ്പോൾ 5 ഗ്രൂപ്പാണ് ഈ ഫാസ്റ്റ് ടെസ്റ്റിങ്ങിന് അർഹതയുള്ള ആൾക്കാർ. ഇനി നമുക്ക് തുടരുമ്പോൾ 12ാമത്തെ കാറ്റഗറി ഈ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ നിന്ന് വരുന്ന വ്യക്തികളാണ്. പക്ഷേ അവർക്ക് ചില അസാധാരണ ലക്ഷണങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അവർ വന്നത് കണ്ടെയ്ൻമെൻറ്റ് സോണിൽ നിന്നാണ്. പക്ഷേ അവർക്ക് ഈ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം, വളരെ ചെറുപ്പത്തിൽ വരുന്ന പക്ഷാഘാതം, അതുപോലെ ഈ രക്തധമനികൾക്കുള്ള ചില രോഗങ്ങളുണ്ട്. കവാസാക്കി ഡിസീസ് എന്ന് പറയുന്ന തരം രോഗം, അല്ലെങ്കിൽ മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു രോഗലക്ഷണങ്ങളുടെ സിൻഡ്രോം അല്ലെങ്കിൽ ഒരു രോഗസമുച്ചയം, ഹൈപ്പർ ഇൻഫ്ലമേറ്ററി ഷോക്ക് എന്ന് പറയുന്നൊരു ഡയഗ്നോസിസ് ഉള്ള വ്യക്തികൾ, പിന്നെ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്ന ഡയഗ്നോസിസ് ഉള്ള വ്യക്തികൾ, അത് പ്രത്യേകിച്ചും കുട്ടികളിൽ അങ്ങനെ കാണുമ്പോൾ. പിന്നെ ഇതിനെല്ലാം പുറമെ അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അതായത് പെട്ടെന്നുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ഈ വ്യക്തികൾക്ക് കണ്ടെയ്ൻമെൻറ്റ് സോണിൽ നിന്നാണ് വന്നതെങ്കിൽ ഇവരുടെ RT-PCR ടെസ്റ്റിങ്ങിനും കൂടെ ഇവർക്ക് അർഹതയുണ്ട്. 13ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇലക്റ്റീവ് സർജറി എന്ന് പറയുന്നത് നമ്മൾ കാലയെ കൂട്ടി തന്നെ തീരുമാനിച്ച് വെച്ചിരുന്നൊരു ഓപ്പറേഷനാണ്. അതിന് എമർജൻസി സ്വഭാവമില്ല, പക്ഷേ ഓപ്പറേഷൻ ചെയ്യേണ്ടതാണ്. അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഓപ്പറേഷന് മുമ്പേ അവർക്ക് കോവിഡ് ഇല്ല എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി അവർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് പൂൾഡ് RT-PCR ആണ്. അപ്പോൾ സാധാരണ RT-PCR അല്ല, പൂൾഡ് RT-PCR എന്ന് പറഞ്ഞ ടെസ്റ്റാണ് ആ വ്യക്തികൾ റെക്കമെൻഡ് ചെയ്യുന്നത്. 14ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഒരു അന്തർദേശീയ യാത്രക്കാരൻ്റെയോ അല്ലെങ്കിൽ അന്തർ സംസ്ഥാന യാത്രക്കാരൻ്റെ 16 ദിവസത്തിനുള്ളിലുണ്ടാകുന്ന ഒരു കോൺടാക്റ്റിന് ഇപ്പോൾ ലക്ഷണങ്ങൾ വന്നു. അങ്ങനെ ലക്ഷണം വന്നയാൾക്ക് RT-PCR ചെയ്യേണ്ടതാണ്. അവസാനത്തതും 15ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ആശുപത്രിയിൽ കിടന്നു, അത് കോവിഡ് പോസിറ്റീവ് ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞു, സ്ഥിരീകരിച്ചു. ഇനി അവരുടെ ഫോളോ അപ്പ് സാമ്പിൾ എടുക്കുന്നതിനെ പറ്റിയാണ്. അപ്പോൾ അവരുടെ ആദ്യത്തെ ഫോളോ അപ്പ് സാമ്പിൾ, അതായത് ആദ്യം ഒരു പോസിറ്റീവ് എന്ന് കണ്ടെത്തിയാൽ ആശുപത്രിയിൽ കിടക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഫോളോ അപ്പ് അവർക്ക് മാറിയോ നെഗറ്റീവായോ എന്നറിയാൻ വേണ്ടിയുള്ള ഫോളോ അപ്പ് സാമ്പിൾ എടുക്കുന്നത് 7ാം ദിവസം മുതലാണ് തുടങ്ങുന്നത്. 7ാം ദിവസം ഒരു സാമ്പിൾ എടുക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ 48 മണിക്കൂർ ഇടവിട്ടാണ് സാമ്പിൾസ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നെഗറ്റീവ് സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 24 മണിക്കൂർ കഴിയുമ്പോൾ ഒരു റിപ്പീറ്റ് സാമ്പിൾ കൂടെ എടുക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് RT-PCR കൂടെയാണ്. RT-PCR ആണ് ഇവർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള മെത്തേഡ്. അപ്പോൾ അങ്ങനെ 15 കാറ്റഗറിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ 15 കാറ്റഗറി നമ്മൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ നല്ല വ്യക്തമായിട്ടും ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഏത് ടെസ്റ്റാണ് വേണ്ടതെന്നുള്ളൊരു തീരുമാനമെടുക്കാൻ ആരോഗ്യ പ്രവർത്തകരെ, ആശുപത്രി ജീവനക്കാരെ നമ്മളൊരു സഹായമാണ് ഇത്. അതുകൊണ്ട് ഈ ഓർഡർ വളരെ വ്യക്തമായി വായിച്ചിരിക്കണം.
ഇനി ക്വാറന്റൈൻ ആണോ ഐസൊലേഷൻ ആണോ മുതലായ കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതിന് 4 ഗ്രൂപ്പായിട്ട് ആൾക്കാരെ തരംതിരിച്ചിരിക്കണം. ആ 4 ഗ്രൂപ്പായിട്ട് തരംതിരിച്ച ആൾക്കാർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്ത ഭാഗം. ഒന്ന്, ലബോറട്ടറി കൺഫേംഡ് കേസ് ഓഫ് COVID-19, അതായത് ലാബിൽ നിന്ന് സ്ഥിരീകരിച്ച കേസാണെങ്കിൽ 14 ദിവസം ഹോം ഐസൊലേഷൻ വേണം. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 14 ദിവസം വീണ്ടും ഹോം ഐസൊലേഷൻ വേണം. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഒന്ന് അന്തർദേശീയ അല്ലെങ്കിൽ അന്തർ സംസ്ഥാന യാത്ര കഴിഞ്ഞ 14 ദിവസത്തിൽ ഏർപ്പെട്ട വ്യക്തികൾ, അതുപോലെ തന്നെ പ്രൈമറി ഹൈ റിസ്ക് കോൺടാക്റ്റ് എന്ന് പറയുന്ന വ്യക്തികൾ. അവർക്കെല്ലാവർക്കും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് 14 ദിവസത്തെ കൃത്യമായിട്ടുള്ള ഹോം അല്ലെങ്കിൽ റൂം ക്വാറന്റൈൻ ആണ്. അത് കഴിഞ്ഞ് പിന്നെ 14 ദിവസം അവർ സ്വയമായിട്ട് ലക്ഷണങ്ങൾ വല്ലതും വരുന്നോ എന്നും കൂടെ ഒന്ന് നിരീക്ഷിക്കുന്നത് ആണ് നിർദ്ദേശം. അത് വീട്ടിലുള്ള മറ്റ് വ്യക്തികളും എല്ലാം അതേപോലെ നിരീക്ഷണത്തിൽ തന്നെയായിരിക്കണം ഇരിക്കുന്നത്. ആ പീരിയഡിൽ എന്തെങ്കിലും ഈ നിരീക്ഷണ സമയം എന്ന് പറഞ്ഞാൽ ക്വാറന്റൈൻ സമയമായ 14 കഴിഞ്ഞിട്ടുള്ള ബാക്കി 14 ദിവസവും അവർ അത്യാവശ്യമില്ലാത്ത സകല യാത്രകളെയും ഒഴിവാക്കുക. പിന്നെ ബ്രേക്ക് ദ ചെയിൻ ആക്ടിവിറ്റീസ് ആയ മാസ്കിൻ്റെ ഉപയോഗം, വ്യക്തിഗത ശുചിത്വം, കൈ വൃത്തിയാക്കുന്ന ശീലങ്ങൾ, ഫിസിക്കൽ ശാരീരിക അകൽച്ച എല്ലാവരും നിന്ന് പാലിക്കുക മുതലായ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുക. ചുമക്കുകയും തുമ്മുകയും ചെയ്യുമ്പോൾ അല്ലാതെ തന്നെ കർച്ചീഫ് അല്ലെങ്കിൽ തുണി കൊണ്ടും മറച്ചിട്ട് മാത്രം ചെയ്യുക മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ക്വാറന്റൈനിലോ അല്ലെങ്കിൽ നിരീക്ഷണത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ ആ സമയത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് ഉടനെ ദിശയിൽ വിളിച്ച് പറഞ്ഞ് അവരുടെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കാൻ ഏരിയ പറഞ്ഞ് ദിശയെ വിളിച്ച് അറിയിക്കണം. മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രൈമറി കോൺടാക്റ്റ് ആണ്. പക്ഷേ അവർക്ക് ഉണ്ടായ കോൺടാക്റ്റ് വളരെ ലോ റിസ്ക് ആണ്. അത് അസുഖ സാധ്യത, രോഗപകർച്ചാ സാധ്യത വളരെ കുറഞ്ഞ ഗ്രൂപ്പ്. അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരാണ്. പക്ഷേ ആരോഗ്യ പ്രവർത്തകർക്ക് കോൺടാക്റ്റ്, ഒരു കൺഫേംഡ് കേസിനെ ചികിത്സിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പരിശോധിച്ചിരുന്ന ആരോഗ്യ പ്രവർത്തകർ, അവർക്ക് PP കിറ്റ് ഉപയോഗിച്ചതിനകത്ത് എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടായ വ്യക്തികൾക്ക് 14 ദിവസം വീട്ടിൽ ക്വാറന്റൈൻ ആണ് നിർദ്ദേശം. ഈ സമയത്ത് എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അത് ഫോൺ മുഖാന്തരം ദിശയിലേക്ക് വിളിച്ചറിയിക്കുക. നാലാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സെക്കൻഡറി കോൺടാക്ട്സ് ആണ്. അതായത് പ്രൈമറി കോൺടാക്റ്റിൻ്റെയും അവരുടെയും കൂടെ അവരുടെ കോൺടാക്റ്റാണ് സെക്കൻഡറി കോൺടാക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ലോക്കൽ കോൺടാക്റ്റ്, അപ്പോൾ ഒരു പുറത്തുനിന്ന് വന്ന അല്ലെങ്കിൽ പുറത്തുനിന്നോ മറ്റ് സാമൂഹിക വ്യാപനമുള്ളൊരു ഏരിയയിൽ നിന്ന് വന്ന വ്യക്തിയുടെ കൂടെ കോൺടാക്റ്റിൽ വന്ന നമ്മുടെ നാട്ടിലെ ലോക്കലായിട്ടുള്ള ആൾക്കാർ, ഇവർക്കെല്ലാം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത 14 ദിവസം ഇങ്ങനെ ഒരു കോൺടാക്റ്റ് ഉണ്ടായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തൊട്ട് അടുത്ത 14 ദിവസം അത്യാവശ്യമില്ലാത്ത എല്ലാ യാത്രയും കട്ട് ചെയ്യുക. ഇന്ന് പൊതുവെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ബ്രേക്ക് ദ ചെയിൻ എന്ന് ആക്ടിവിറ്റീസായ മാസ്ക് ഉപയോഗം, കൈ ശുചിയാക്കൽ, സാമൂഹ്യ അകലം പാലിക്കൽ, തുപ്പാതിരിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം, ഇതെല്ലാം വളരെ സ്ട്രിക്റ്റായിട്ട് വളരെ കർശനമായി പാലിക്കുക. എല്ലാതരം ഇടപഴകലും കഴിയുന്നത്ര ഒഴിവാക്കുക. പുറത്തുള്ള യാത്രകൾ, മറ്റ് വ്യക്തികളുള്ള കോൺടാക്റ്റ്, മറ്റ് വീടുകളിൽ പോക്കെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഈ നിരീക്ഷണ സമയത്ത് എന്തെങ്കിലും ലക്ഷണങ്ങൾ വരികയാണെങ്കിൽ അത് ഉടനെ തന്നെ ദിശയിലെ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കുക. ഇനി അവസാന ഭാഗം ഒരു റിഫ്രഷർ എന്ന് പറയുന്ന നമുക്ക് ഓർമ്മ പുതുക്കൽ ഭാഗമാണ്. എന്താണ് പ്രൈമറി കോൺടാക്റ്റ്? പ്രൈമറി കോൺടാക്റ്റ് എന്ന് പറയുന്നത് COVID-19 ലബോറട്ടറി സ്ഥിരീകരണം ഉണ്ടായ ഒരു വ്യക്തിയോട് കോൺടാക്റ്റ് വന്ന ഒരു വ്യക്തിയാണ് പ്രൈമറി കോൺടാക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് സെക്കൻഡറി കോൺടാക്റ്റ്? ഇങ്ങനെ ഉള്ള ഒരു പ്രൈമറി കോൺടാക്റ്റ് ആയ വ്യക്തിയോട് അതിനുശേഷം കോൺടാക്റ്റ് വരുന്ന വ്യക്തികളെല്ലാം സെക്കൻഡറി കോൺടാക്റ്റ് എന്ന് പറയും. പിന്നെ എന്താണ് ഹൈ റിസ്ക് കോൺടാക്റ്റ്? ഹൈ റിസ്ക് കോൺടാക്റ്റ് എന്ന് പറയുന്ന വ്യക്തികൾക്ക് പല വിധത്തിലും ഉണ്ട്. ഒന്ന്, ഒരു ലാബിൽ കൺഫേം ചെയ്ത ലബോറട്ടറിയിൽ നിന്ന് ഈ പോസിറ്റീവ് റിസൾട്ട് ഉള്ള COVID-19 രോഗിയുമായിട്ട് സമ്പർക്കം വന്ന ആൾ. പിന്നെ COVID-19 ചികിത്സിക്കുന്ന ഒരു ഭാഗം അവിടെ ചെന്ന ഒരു വ്യക്തി. 3, COVID-19 സമൂഹ വ്യാപനം ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ COVID-19 വളരെയധികം കേസുകൾ ഒന്നിച്ചുള്ള ഒരു ഭാഗത്ത്, അത് കഴിഞ്ഞ 14 ദിവസത്തിനകത്ത് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോയ വ്യക്തിയാണ്, അവിടത്തേക്ക് യാത്ര ചെയ്ത വ്യക്തി, അല്ലെങ്കിൽ അവിടുന്ന് യാത്ര ചെയ്ത് വന്ന വ്യക്തിയാണ് മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് ഈ കൂട്ടത്തിൽ ഹൈ റിസ്ക് കോൺടാക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഹൈ റിസ്ക് കോൺടാക്റ്റ് എന്ന് പറയുന്നത് ഒരു രോഗിയുടെ ഏതെങ്കിലും ശരീരസ്രവങ്ങൾ സ്പർശിക്കാൻ ഇടവന്നു, ശ്വാസകോശത്തിൽ നിന്നോ അല്ലെങ്കിൽ രക്തം, ഛർദി, മൂത്രം, മലം, ഉമിനീര് മുതലായ സ്രവങ്ങളോട് നേരിട്ട് സ്പർശനമോ കോൺടാക്റ്റോ വന്നയാളെ ഹൈ റിസ്ക് കോൺടാക്റ്റ് എന്ന് പറയും. പിന്നെ നേരിട്ട് അങ്ങനെ ഒരു രോഗി, ഒരു ലബോറട്ടറി കൺഫേംഡ്, ലാബ് കൺഫേംഡ് രോഗിയുമായിട്ട് നേരിട്ട് ശരീരത്തിൽ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. അത് ഇതിനകത്ത് ഒരു രോഗിയെ പരിശോധിക്കുന്നത് PP കിറ്റ് വേണ്ട, നിർദ്ദേശിക്കപ്പെട്ട PP കിറ്റ് ഇല്ലാതെ പരിശോധിക്കുന്ന ആളും ഈ കൂട്ടത്തിൽ പെടുന്നു. പിന്നെ അതുപോലെ രോഗിയുടെ തുണികളോ അല്ലെങ്കിൽ മറ്റ് വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഉപയോഗിച്ച പാത്രങ്ങളോ മറ്റെന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ നേരിട്ട് തൊടാനിട വന്നു. അല്ലെങ്കിൽ രോഗിയുമായിട്ട് 3 അടി അല്ലെ 1 മീറ്ററിനുള്ളിൽ ഒരു സ്ഥിരീകരിച്ച രോഗിയുമായി കോൺടാക്റ്റ് വന്നയാൾ. പിന്നെ അതുപോലെ യാത്ര ചെയ്യുന്ന നേരത്ത് ഒരു പ്ലെയിനകത്തോ മറ്റ് വാഹനത്തിനകത്തോ കൂടെ യാത്ര ചെയ്തിരുന്നു.
ഇപ്പോൾ പ്ലെയിനകത്തൊക്കെ ആണെങ്കിൽ വളരെ അടുത്ത സീറ്റാണ്. ബസ്സിലും ട്രെയിനിനൊക്കെ ഇത് ബാധകമാകും. കോവിഡ് സ്ഥിരീകരിക്കപ്പെടുന്ന ആളുടെ അതേ റോയിൽ, അതേ വരിയിലോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിലുള്ള 3 വരികൾക്കുള്ളിലോ ബാക്കിലുള്ള 3 വരികൾക്കുള്ളിലോ ഇരുന്ന ഒരു വ്യക്തി. ഇനി എന്താണ് ലോ റിസ്ക് കോണ്ടാക്ട് എന്ന് പരിശോധിക്കാം. റിസ്ക് കുറഞ്ഞ കോണ്ടാക്ട്, രോഗവ്യാപനത്തിന് സാധ്യത കുറഞ്ഞ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്ന് ഒരേ സ്ഥലത്ത് ഇരുന്നിരുന്നു, ഒരു ക്ലാസ് റൂമോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഒരേ മുറി മുതലായ സ്ഥലത്തിരുന്നു. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ ഒരു ഹൈ റിസ്ക് കൂട്ടത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരേ അന്തരീക്ഷത്തിൽ യാത്ര ചെയ്തു, ഒരേ ചുറ്റുപാടിൽ യാത്ര ചെയ്തു, ഉദാഹരണം ബസ്സിനകത്തോ ട്രെയിനിനകത്തോ യാത്ര ചെയ്തു. പക്ഷേ ഈ ഹൈ റിസ്ക് എന്ന് പറഞ്ഞ രീതിയിലുള്ള സമ്പർക്കങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മൂന്നാമത്തത് ഏത് യാത്രക്കാരനെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഹൈ റിസ്ക് എന്ന് പറയുന്ന രീതികളിലൊന്നിലും ഏർപ്പെട്ടിട്ടില്ല. ഈ 3 കൂട്ടരെയും നമ്മൾ ലോ റിസ്ക് അല്ലെങ്കിൽ രോഗപകർച്ചാ സാധ്യത കുറവുള്ള ഗ്രൂപ്പെന്ന് പറയും.